ഈ ദുനിയാവ് എന്നുള്ളത് വിശ്രമിക്കാനുള്ള സ്ഥലമല്ല. ഇവിടെ എങ്ങാനും നാം വിശ്രമിച്ചു പോയാൽ നാളെ ഖേദിക്കേണ്ടി വരുമെന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ച് നൽകിയത്. അദ്ദുനിയ ദാറു അമൽ, ദുനിയാവ് എന്നുള്ളത് പണിയെടുക്കാനുള്ള സ്ഥലം. വല്ലാഖിറത്തു ദാറു ജസാ, ഇവിടെ പരിശ്രമിച്ചതിൻ്റെ, പ്രയത്നിച്ചതിൻ്റെ, പണിയെടുത്തതിൻ്റെ പ്രതിഫലം വാരിക്കൂട്ടാനുള്ള സ്ഥലമാണ് ആഖിറത്ത്. ഫഇല്ലം യഅമൽ ഹുനാ നദിമ ഹുനാക, ഇവിടെ നാം വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നാളെ ഖേദിക്കേണ്ടി വരുമെന്നുള്ളത് പ്രിയപ്പെട്ടവരെ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. മനുഷ്യനെ ഭൂമി ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ വിഷയവും അത് തന്നെയാണല്ലോ, സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടുക. പ്രിയപ്പെട്ടവരെ, അതൊരു ഉഖറവിയായിട്ടുള്ളൊരാഗ്രഹമാണല്ലോ. ദുനിയാവിൽ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തി ജീവിക്കുന്നവനാണ് മനുഷ്യൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ദുനിയാവിൽ ഒട്ടനവധി സമ്പത്ത് നേടിയെടുക്കണം. ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ലാ യസാലു ഖൽബുൽ കബീരി ശാബൻ ഫി സനതൈൻ, രണ്ട് കാര്യങ്ങളിൽ ഒരു വയോവൃദ്ധൻ്റെ മനസ്സ് പോലും യുവാവിൻ്റെ മനസ്സിന് തുല്യമായിരിക്കുമെന്ന. പ്രിയപ്പെട്ടവരെ, അവിടെ പ്രവാചകൻ പഠിപ്പിച്ചത് ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഭ്രമവും ദുനിയാവിൽ അങ്ങേയറ്റത്തെ നേട്ടങ്ങൾ കൊയ്തെടുക്കണമെന്നും ദുനിയവിയായ ആഗ്രഹങ്ങൾ അവനിൽ നിന്ന് വിട്ടുപോവില്ല. അപ്പം നമുക്കൊക്കെ സുപരിചിതമായ ഹദീസാണെന്ത്, ഒരു താഴ്വര മുഴുവൻ സ്വർണം കിട്ടിയാലും അല്ലേ, ഒരു താഴ്വര എന്ന് പറയുമ്പോൾ എത്രയത്, അവൻ ആഗ്രഹിക്കും ഒരു താഴ്വര കൂടി. വലം യംല അഫാഹു ഇല്ല തുറാബ്, അവൻ്റെ വായ മണ്ണല്ലാതെ നിറക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ ആ വ്യക്തി നാളെ ബർസഖിയായ ലോകത്തേക്ക് യാത്ര ചെയ്താൽ, അവൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അവൻ്റെ ആഗ്രഹം എന്താണ്, അവൻ്റെ ചിന്തകൾ എന്താണ്? നമ്മളെല്ലാവരും പലപ്പോഴായി പല സമയങ്ങളിലായി ഖബറിടങ്ങൾ സന്ദർശിച്ചവരാണല്ലോ. എത്രയെത്ര ഖബറുകൾക്ക് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും സാക്ഷിയായിട്ടുണ്ട്. ആ ഖബറിൽ കിടക്കുന്ന ഓരോരുത്തരും അവരുടെ ശരീരം മാത്രമല്ല അവിടെ ബാക്കിയായിട്ടുള്ളത്, അവരുടെ ആഗ്രഹങ്ങളുണ്ട്, അവരുടെ താല്പര്യങ്ങളുണ്ട്, അവരുടെ ബാക്കി വെച്ച് പോയ ഒട്ടനവധി കൊതികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആഗ്രഹങ്ങൾ അവരിലൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ഖബറാളി ആഗ്രഹിക്കുന്ന ആഗ്രഹം, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, ഖബറിൽ കിടക്കുന്നവരോട് നിങ്ങൾ ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന ആഗ്രഹം എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? ലതമന്നൗ യൗമം മിൻ റമളാന, പടച്ച റബ്ബേ, റമളാനിൽ നിന്നൊരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിലെന്നവരാഗ്രഹിക്കുമെന്നാ. അപ്പോൾ അവർക്ക് ബോധ്യപ്പെടും പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മരിക്കുന്നൊരു സമയമുണ്ട്. നാം താമസിക്കുന്ന വീടും നാം ഉപയോഗിച്ച വസ്ത്രങ്ങളും നാം ഉപയോഗിച്ച എല്ലാം വിട്ടേച്ചു പോകുന്ന ഒരു യാത്രയുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ അതിനെ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ച് നൽകിയത്. കം തറകോ മിൻ ജന്നാതിൻ വഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം, എത്രയെത്ര കൃഷിയിടങ്ങളും പാർപ്പിടങ്ങളുമാണ് അവർ വിട്ടേച്ചു പോയത്. വന്നഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവരാഹ്ലാദപൂർവ്വം അനുഭവിച്ചിരുന്ന എത്രയെത്ര സൗഭാഗ്യങ്ങളാണ് അവർ വിട്ടേച്ചു പോയത്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൻ്റെ പിന്നാലെ ദുനിയാവിലെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ച് പരിശ്രമിച്ച് നാളെയുടെ ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള പണികളെടുക്കാതെ പോയാൽ, പടച്ച റബ്ബിനെ കണ്ടുമുട്ടുക എന്ന ലക്ഷ്യമില്ലാതെ ആരെങ്കിലും ജീവിച്ചു പോയാൽ അവനവൻ്റെ മരണത്തിൻ്റെ സമയത്ത് വേദനിക്കുമെന്നും ഖേദിക്കുമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയല്ലോ. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ ആ ഖേദം? നമുക്കൊക്കെ അറിയാം അല്ലേ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, പടച്ചോനെ ഉപേക്ഷ വരുത്തിയ കുറേ കർമ്മങ്ങളുണ്ട് നാഥ,
ഉപേക്ഷ വരുത്തിയ, ഒഴിവാക്കിയ, പല കാരണങ്ങളും പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരാത്ത ഒട്ടനവധി കർമ്മങ്ങളുണ്ട് നാഥാ, അവയെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം, എന്നെയൊന്നും മടക്കിത്തരണം. അവിടെ മുതൽ നമുക്ക് നമ്മുടെ സമയത്തിൻ്റെയും കർമ്മങ്ങളുടെയും വില പ്രിയപ്പെട്ടവരെ ബോധ്യപ്പെടും. അവിടെ മുതൽ ബോധ്യപ്പെടും. ഇനിയോ പ്രിയപ്പെട്ടവരെ, നല്ലൊരു മയ്യത്താണെങ്കിലും ചീത്തൊരു മയ്യത്താണെങ്കിലും അവയെല്ലാം മലക്കുകൾ അഭിമുഖീകരിക്കുന്ന, റൂഹ് പിടിക്കാൻ വരുന്ന ആ രംഗങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കിയ കാര്യമാണല്ലോ പ്രിയപ്പെട്ടവരെ. ആ ജനാസയെ മയ്യത്ത് കട്ടിലിൽ കിടത്തിക്കൊണ്ട് ജനസഞ്ചയങ്ങളിലൂടെ ആടിയുലഞ്ഞ മയ്യത്ത് കട്ടില് ആ കള്ളിച്ചെടികളാൽ നിബിഡമായ ഖബർസ്ഥാനിലേക്ക് പോകുന്നൊരു രംഗമുണ്ട്. അവിടെ റബ്ബിൻ്റെ തൃപ്തി കൊതിച്ച് അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചൊരു മയ്യത്താണെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താ? ഖദ്ദിമൂനി, എന്നെയൊന്ന് പെട്ടെന്ന് കൊണ്ടുപോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, 63ഉം 70ഉം അതുപോലെ ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി അവസരങ്ങളും ഒരുപാട് ഇളവുകളും നേട്ടങ്ങളും നമുക്ക് നൽകിയിട്ടും ഇവയൊന്നും ഉപയോഗപ്പെടുത്താത്തവൻ, അവൻ ഖേദിക്കുന്നൊരു രംഗമുണ്ട്, അവൻ അട്ടഹസിക്കുന്നൊരു രംഗമുണ്ട്. യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, എന്നെവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന മനുഷ്യനത് കേൾക്കാൻ കഴിയൂല. മനുഷ്യനല്ലാത്തവരെല്ലാവരും പ്രിയപ്പെട്ടവരെ അത് കേൾക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യനെങ്ങാനും കേട്ടാലോ അവൻ ബോധരഹിതനാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കിനാവുണ്ട്. ആ കിനാവ് എന്താണെന്നറിയോ? എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണണമെന്നൊരു കിനാവ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, മൽ ഈമാൻ, എന്താണ് പ്രവാചകരെ ഈമാന്? അല്ലാഹുവിൻ്റെ റസൂല് പരിചയപ്പെടുത്തുകയാണ്, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹ്, ഈമാൻ എന്നാൽ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, അതുപോലെ തന്നെ മലായികത്യങ്ങളിൽ വിശ്വസിക്കലാണ്, ആ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാക്കെന്തെന്നറിയോ? വബിലിഖാഇഹി, ആ റബ്ബിനെ വിശ്വാസികൾ കണ്ടുമുട്ടുമെന്നുള്ളതിൽ വിശ്വസിക്കലാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് ഈമാൻ കാര്യത്തിൽ പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാവരും വിശ്വാസികളാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എവിടെ നിന്നാ കണ്ടുമുട്ടുക? ദുനിയാവിൽ നിന്നാണോ? അല്ല. പ്രവാചകന്മാർക്ക് പോലും മൂസാ നബി അലൈഹിസ്സലാം കൊതിച്ചില്ലേ, അല്ലാ എനിക്കൊന്ന് കാണിച്ചു തരുമോ അല്ലാ? മൂസാ നബി അലൈഹിസ്സലാമക്ക് പോലും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. സ്വർഗത്തിലാണ് വിശ്വാസികൾ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സന്തോഷപൂർവ്വം കാണുക എന്നുള്ളതാണ്. മഹാനായ സ്വഹാബി വര്യൻ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന, സ്വർഗീയവാസികളെ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവ് അവരോട് പറയുമെന്ന യഖൂലുല്ലാഹു തബാറക വ തആല തുരീദൂന ശൈഅൻ അസീദുക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, വല്ലതും അധികരിപ്പിച്ചു നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളോട് ചോദിക്കുന്ന, എന്നാൽ പ്രിയപ്പെട്ടവരെ ആ അടിമകൾ ആ സമയം പറയുന്ന മറുപടി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഫയഖൂലൂന, അവർ പറയുമെന്ന, അലം തുബയ്യിദ് വുജൂഹനാ അലം തുദ്ഖിൽനാ അൽ ജന്ന വതുനജ്ജിനാ മിനന്നാർ, പടച്ച റബ്ബേ ഞങ്ങളുടെ മുഖത്തെ പ്രസന്നതയുള്ള മുഖമാക്കി മാറ്റിയില്ലേ, ഞങ്ങൾക്ക് സന്തോഷം നൽകിയില്ലേ നാഥാ, ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ല നാഥാ, ഞങ്ങളെ പേടിപ്പെടുത്തുന്ന ഏറെ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തില്ല നാഥാ, ഇനി ഞങ്ങൾക്കൊന്നും വേണ്ടതില്ല.
പക്ഷെ റഹ്മാനായ റബ്ബിനറിയാം തൻ്റെ അടിമകൾക്ക് എന്താണ് ആവശ്യമെന്നുള്ളത്. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഫയക്ഷിഫുൽ ഹിജാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മറ അങ്ങോട്ട് നീക്കുന്ന 4 മറകളുണ്ട് എന്നാ. ആ മറയെ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കും. അപ്പോഴോ പ്രിയപ്പെട്ടവരെ, അഹബ്ബ ഇലൈഹിം മിനൻ നളിരി ഇലാ റബ്ബിഹിം അസ്സ വജല്ല, പിന്നീട് തങ്ങളുടെ റബ്ബിനെ നോക്കിക്കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടതായി മറ്റൊന്നും തന്നെ അവർക്കുണ്ടാവില്ല എന്ന, തൻ്റെ റബ്ബിനെ നോക്കിക്കാണുക എന്ന ആ വല്ലാത്ത സൗഭാഗ്യം സ്വർഗീയവാസികളെ പ്രിയപ്പെട്ടവരെ അനുഭവിക്കുന്ന രംഗമുണ്ടല്ലോ, അതെത്ര മനോഹരാണ്. ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ വീഡിയോ കോളിലൂടെയും മറ്റുമൊക്കെ നമ്മുടെ കുടുംബത്തെ വിളിച്ച് പിറക്കമറ്റാത്ത മക്കളുടെ മുഖം കണ്ടാലും അല്ലേ, ആ കരിപ്പൂർ എയർപോർട്ടിലെ ആ ഒരു പ്രിയപ്പെട്ടവരെ തെങ്ങിൻ്റെയും പച്ചപ്പിൻ്റെയും ആ ഒരു രംഗം കാണുന്ന, കാഴ്ച കാണുന്ന സമയത്ത്, തൻ്റെ നാട്ടിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്തുണ്ടാകുന്ന വല്ലാത്തൊരു പ്രതീക്ഷയുണ്ട്. കാണാൻ കൊതിക്കുന്നവരുണ്ട്, സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ. എത്ര ആളുകൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ കൊതിച്ച് ജീവിക്കുന്നവരല്ലേ. ഇന്ന ആളെ കാണണമെന്ന് ആഗ്രഹിക്കും, എൻ്റെ വീട്ടിലേക്ക് പോകണം, എൻ്റെ ഉമ്മയെ കാണണം, എൻ്റെ ഉപ്പയെ കാണണം, എൻ്റെ ഇണയെ കാണണം, എൻ്റെ തുണയെ കാണണമെന്ന് ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിക്ക് ഇഷ്ടമുണ്ടാകേണ്ടത് അവൻ്റെ റബ്ബിനോടാണ് എന്നല്ലേ നമ്മെ പരിചയപ്പെടുത്തിയത്. ആ റബ്ബിനെ നമുക്ക് കാണാൻ കഴിയുകയാണ്. അതെങ്ങനെയാ? സന്തോഷപൂർവ്വം. പരിശുദ്ധ ഖുർആനെ എത്ര സുന്ദരമായിട്ടാണ് ആ വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞത് എന്നറിയോ? ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. പ്രിയപ്പെട്ടവരെ, സുകൃതം ചെയ്തവർക്ക് റഹ്മാനായ റബ്ബ് ഈ ആയുസ് നൽകിയ കാലയളവിൽ റബ്ബിന് ഇഷ്ടപ്പെട്ടത് കാണുകയും, റബ്ബിന് ഇഷ്ടപ്പെട്ടത് കേൾക്കുകയും, റബ്ബിന് ഇഷ്ടപ്പെട്ടത് സംസാരിക്കുകയും, റബ്ബിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ നിരന്തര പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്ത ആ സുകൃതം ചെയ്തവരുണ്ടല്ലോ, അവർക്കിതാ ഉത്തമമായ പ്രതിഫലം റബ്ബ് നൽകുമെന്ന ആ ഉത്തമമായ പ്രതിഫലം മാത്രമാണോ, അതിനേക്കാൾ കൂടുതൽ നേട്ടവുമുണ്ട്. എന്താ അതൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ സ്വർഗം എന്താന്ന് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ ക്ലാസ്സുകളിലൂടെയും ഖുത്ബകളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി എന്നുള്ളത് അവനവൻ്റെ റബ്ബിനെ കാണുക എന്നുള്ളതാണ്. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ആ സ്വർഗീയവാസികൾക്ക് അവർ ഇച്ഛിക്കുന്നതെന്താണോ, ഉദ്ദേശിക്കുന്നതെന്താണോ അതെല്ലാം ഉണ്ടായിരിക്കും, പിന്നീട് അതിൽ കൂടുതലും ഉണ്ടായിരിക്കും. ഈ ആയത്തിനൊക്കെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അവൻ്റെ റബ്ബിനെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. ആ കൂടുതലായി ഉണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളിലേക്ക് വരും. അല്ലാഹു ചോദിക്കും, മൻ തളുറൂന, നിങ്ങൾ ആരെ നോക്കി നിൽക്കുന്നത്? ഫയഖൂലൂന നളുറു റബ്ബനാ, ഞങ്ങളുടെ റബ്ബിനെ നോക്കി നിൽക്കുകയാണ്. ഫഖാല ഫയഖൂലു അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയും. എന്നിട്ട് ആ അടിമകൾ പറയുന്ന വാക്കുണ്ട്, ഞങ്ങളുടെ റബ്ബിലേക്ക് നോക്കാൻ കൊതിക്കുന്നു, ഞങ്ങളുടെ റബ്ബിലേക്ക് നോക്കാനേറെ ഇഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അവിടെ സ്വർഗീയവാസികൾ പറയുമെന്നുള്ളത് ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുകയാണ്. അന്ന് സ്വർഗത്തിലെ സുന്ദരമായ അവിടെ സന്തോഷം മാത്രമാണല്ലോ, എന്നാൽ അവിടെയുള്ള ആഘോഷങ്ങൾ എന്താവും? വഅമ്മാ അഅയാദുൽ മുഅ്മിനീന ഫിൽ ജന്ന ഫഅയ അയ്യാമു സിയാറതിഹിം ലിറബ്ബിഹിം അസ്സ വജല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സന്ദർശിക്കുന്ന, കാണുന്ന ദിവസമാണ് സ്വർഗീയവാസികൾക്ക് പ്രിയപ്പെട്ടവരെ ആഘോഷത്തിൻ്റെ ദിനങ്ങളെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ഇസ്ലാമിക അധ്യാപനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തി തരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം നൽകുന്നു. ഇപ്പോൾ നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു ഹദീസാണല്ലോ പ്രിയപ്പെട്ടവരെ, മിമ്മാലാ ഐനു റഅത്ത് മാലാ ഐനു റഅത്ത് വലാ ഉദ്നുൻ സമിഅത്ത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത,
ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യ മനസ്സിന് പോലും വിഭാവന ചെയ്യാൻ കഴിയാത്ത ആ സ്വർഗമുണ്ട്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുകയാണ്, വഅലമു ദാലിക, ഇതിനേക്കാൾ മഹത്വമുള്ളത് ഏതെന്നറിയോ? വഅജല്ലുഹു വഅഫ്ളലുഹു, ഇതിനേക്കാൾ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിൻ്റെ അരികിൽ പ്രാധാന്യമുള്ളത്, അല്ലാഹുവിൻ്റെ അരികിലെ നന്മയുള്ളത് ഏതാണെന്നറിയോ? ശ്രേഷ്ഠതയുള്ളത് ഏതാണെന്നറിയോ? അന്നളുറു ഇലാ വജിഹിൽ കരീം, ആ റബ്ബിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. വത്തമത്തുഉ ബിസിമാഇ കലാമിഹി, ആ റബ്ബിൻ്റെ സംസാരം കേൾക്കുക എന്നുള്ളതാണ്. വത്തനഉമു ബിഖുർബിഹി, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം നേടുക എന്നുള്ളതാണ്. സ്വർഗത്തിലെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യ മനസ്സിന് പോലും വിഭാവന ചെയ്യാൻ കഴിയാത്തതും എന്തെല്ലാം ഉണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ എത്രയോ വലുതായി അന്നളുറു ഇലാ വജിഹിൽ കരീം, സന്തോഷപൂർവം ആ റബ്ബിനെ കാണുക എന്നുള്ളതാണ്. സന്തോഷപൂർവ്വം പ്രിയപ്പെട്ടവരെ ആ റബ്ബിനെ കാണുക, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ എത്ര മനോഹരമായിട്ട് ആ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതാണ്. എങ്ങനെയാണ് ആ പ്രസന്നത കടന്നു വന്നത്? അവൻ്റെ രക്ഷിതാവിൻ്റെ നേർക്ക് ദൃഷ്ടി തിരിച്ചവരായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മുഖപ്രസന്നതയോട് കൂടിയിട്ട് അവരിയ്ക്കും. എൻ്റെ റബ്ബിനൊക്കെ കാണാൻ പറ്റിയല്ലോ എന്ന ആ ഒരു ചിന്തയായിരിക്കും വിശ്വാസിനികൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. സഹാബത്ത് ചോദിക്കാണ്, ഖലു യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയോ? അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങോട്ടൊരു ഉദാഹരണം ചോദിക്കുക. ഹൽ തുളാറൂന ഫീ റുയത്തി ശംസി ഫിൽ ലഹീറത്തി ലൈസത് ഫിസ് സഹാബാ, സഹാബാ അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, കാർമേഘമില്ലാത്ത ഉച്ച സമയത്ത് സൂര്യനെ കാണുന്നതിൽ നിന്ന് നിങ്ങൾക്ക് വല്ല വിഷമവും ഉണ്ടോ? നിങ്ങൾക്ക് വല്ല തടസ്സവുമുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഞങ്ങൾ വ്യക്തമായി സ്പഷ്ടമായി കാണുന്നതാണല്ലോ. പിന്നീട് പ്രവാചകന്റെ ചോദ്യം എന്തെന്നറിയോ? ഫഹൽ തുളാറൂന ഫീ റുയത്തിൽ ഖമരി ലൈലത്തുൽ ബദരി ലൈസ ഫീഹി സഹാബാ, 14 രാവിൻ്റെ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കാണാൻ പ്രയാസമുണ്ടോ? കാർമേഘമൊന്നും ഇല്ലാതെ? ഇല്ല റസൂലേ. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഫവല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ വലം കൈ ആരാണോ ഉടമപ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹുവാണേ സത്യം, ലാ തുളാറൂന ഫീ റുയത്തി റബ്ബിക്കും ഇല്ലാ കമാ തുളാറൂന ഫീ റുയത്തി അഹദിഹിമാ, ആ സൂര്യനെയും ചന്ദ്രനെയും കാണാൻ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ലല്ലോ, അതുപോലെ നിങ്ങളുടെ റബ്ബിനെയും നിങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും മാസം കാണാൻ തിക്കും തിരക്കും കൂട്ടലുണ്ടോ? ഇല്ലല്ലോ. മാസം കാണാൻ തിക്കും തിരക്കും കൂട്ടണോ? ഇല്ല. അതുപോലെ നമ്മുടെ റബ്ബിനെ അവൻ്റെ അടിയാറുകൾക്ക്, അവൻ്റെ അടിമകൾക്ക് കാണാൻ കഴിയുമെന്ന് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എത്രയെത്ര ഖുർആനിക വചനങ്ങളാണ് ഇത് ബോധ്യപ്പെടുത്തി തരുന്നത് അറിയോ? അലൽ അറായികി യൻളുറൂൻ, അല്ലേ? സോഫകളിലിരുന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന. എന്താ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഉദ്ദേശം? അള്ളാഹു അവർക്ക് ഒരുക്കിയ സുഖാനുഗ്രഹങ്ങളിലേക്കും അതുപോലെ തങ്ങളുടെ രക്ഷിതാവിൻ്റെ മുഖത്തേക്കും അവർ നോക്കിക്കൊണ്ടിരിക്കും. സ്വർഗീയവാസികൾ എന്നുള്ളത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നസറു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ആ സ്വർഗീയവാസികൾക്ക് കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി റഹ്മാനായ റബ്ബ് സ്വർഗത്തിൽ രഹസ്യമാക്കി വെച്ചിട്ടുള്ളത്.
ഖുർറത്ത് അയുൻ, കൺകുളിർമയേകുന്ന എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, അഅദത്തു ലി ഇബാദിയസ് സ്വാലിഹീൻ, എൻ്റെ സ്വാലിഹീങ്ങളായിട്ടുള്ള അടിമകൾക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ, മാലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമഅത് വലാ ഖതറ അലാ ഖൽബി ബശർ ഫഖ്റഹു ഇൻ ശിഅ്തും ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിഅ ലഹും മിൻ ഖുർറത്തി അയുൻ. ഫലാ തഅലമു നഫ്സുൻ എന്നുള്ള ഈ ഖുർആനിക വചനം അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുവിൻ്റെ റസൂൽ ഈ കാണാൻ കഴിയാത്തതും, അത് ഒരു മനുഷ്യൻ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതും മനുഷ്യ മനസ്സിനെ വിഭാവന ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊരുക്കി വെച്ച് തന്നത് പ്രിയപ്പെട്ടവരെ, അവൻ്റെ അടിമയെ സംബന്ധിച്ചിടത്തോളം ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക വിശിഷ്ടമായ ഭക്ഷണമാവട്ടെ, എന്താണോ അവൻ കൊതിക്കുന്നതൊക്കെ കൊടുക്കും. അവൻ്റെ മനസ്സാഗ്രഹിക്കുന്ന, അവൻ്റെ കണ്ണ് എന്താണോ അവൻ്റെ കണ്ണിന് കൺകുളിർമയുള്ളതൊക്കെ കൊടുക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റബ്ബിനെ കാണുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി പറയേണ്ടത്, ഫമാ അതാഹുമുല്ലാഹു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നളിരി ഇലൈഹി. ഒരടിമക്ക് അള്ളാഹുവിനെ നോക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രിയങ്കരമായ മറ്റൊന്നും തന്നെ അള്ളാഹു നൽകിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്നും തന്നെ അള്ളാഹു നൽകിയിട്ടില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഇഹലോകത്ത് ഏറ്റവും വിശിഷ്ടമായ കാര്യം എന്താ? അള്ളാഹുവിനെ കുറിച്ച് അറിയലാകുന്നു. എന്നാൽ പരലോകത്തോ അള്ളാഹുവിനെ നേരിട്ട് കാണലാകുന്നു എന്നാ. അള്ളാഹിനെ നേരിട്ട് കാണുക പരലോകത്ത്, ദുനിയാവിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയുക. ഇനി പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചേ മതിയാകൂ. ഇപ്പം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം അള്ളാഹ് പറഞ്ഞില്ലേ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും അതിനിടയിലുള്ള സമയവും എന്തിനാണ് നിശ്ചയിച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻക്കാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സന്തോഷത്തോടു കൂടി അഭിമുഖീകരിക്കാനും കാണാനും കഴിയുക എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, നമ്മൾ കിനാവ് കാണണം. അപ്പം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയല്ലേ, അസ്അലുക ലദ്ദതൻ നളിരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖാഇക. അല്ലാഹുവേ, ഞാൻ നിൻ്റെ മുഖം എൻ്റെ അല്ലാഹുവേ, നിൻ്റെ മുഖം നോക്കിയുള്ള ആസ്വാദനം നിന്നോട് ഞാൻ ചോദിക്കുന്നു. വശൗഖ ഇലാ ലിഖാഇക, നിന്നെ കാണാനുള്ള ആഗ്രഹവും ഞാൻ ചോദിക്കുന്നു. അല്ലേ, അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന, അസ്അലുക ലദ്ദതൻ നളിരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖാഇക. പ്രശ്നേ, നിന്നെ കാണാൻ ഞാൻ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്ന് വിശ്വാസികൾ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണമെന്നുള്ളത് ഈ ഹദീസുകളും ഈ ചരിത്രങ്ങളുമൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്, അബ്ലഗു മാ സഅലൽ അബ്ദു റബ്ബ സലാസതു അഷ്യാ. ഒരടിമ തൻ്റെ റബ്ബിനോട് ചോദിക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ 3 ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, റിദ്വാനുല്ലാഹി അസ്സ വജല്ല വന്നളുർ ഇലാ വജ്ഹിൽ കരീം വൽ ഫിർദൗസുൽ അഅ്ലാ മിനൽ ജന്ന. എന്താ പ്രിയപ്പെട്ടവരെ? ഒന്ന്, അള്ളാഹുവിൻ്റെ തൃപ്തി, റിദ്വാനുല്ലാഹ്, അള്ളാഹിൻ്റെ തൃപ്തിക്ക് നാം ചോദിക്കണം. രണ്ടാമത്തതോ, വന്നളുർ ഇലാ വജ്ഹിൽ കരീം, അവനെ നേരിട്ട് കാണുക. വൽ ഫിർദൗസുൽ അഅ്ലാ മിനൽ ജന്ന, സ്വർഗത്തിലെ ഉന്നതമായ ഫിർദൗസ്. പ്രിയപ്പെട്ടവരെ, ഈ 3 പ്രാർത്ഥനകളാണ് ഒരടിമ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു കൊതി ഉണ്ടാവണം, എൻ്റെ റബ്ബിനെ കാണണം. അപ്പം അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാ. ആരെങ്കിലും അള്ളാഹിനെ കാണണമെന്ന് ആഗ്രഹിച്ചാലേ അള്ളാഹ് അവനും കാണണമെന്ന് ആഗ്രഹിക്കും. വമൻ കരിഅ ലിഖാ അല്ലാഹ്, ആരെങ്കിലും റബ്ബിനെ കണ്ടുമുട്ടുന്നത് വെറുത്താൽ കരിഅ അല്ലാഹു ലിഖാഅഹു, അള്ളാഹു അവനെ കണ്ടുമുട്ടുന്നതും വെറുക്കും. ആരാ പ്രിയപ്പെട്ടവരെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുക? ആരാഗ്രഹിക്കുക? അല്ലാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സഹാബി വന്ന് ചോദിച്ചില്ല, അയ്യുന്നാസി ഖൈറുൻ യാ റസൂലല്ലാഹ്,
അള്ളാന്റെ റസൂലേ, ഏറ്റവും നല്ല വ്യക്തി ആരാ? ജനങ്ങളിലെ ഏറ്റവും നല്ല വ്യക്തി ആരാ? അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു നൽകിയതെന്താ? മൻ താല ഉംറുഹു വഹസുന അമലു. അള്ളാഹു ഉസ്മാൻ തന്നെ ജീവിക്കാൻ ആയുസ്സൊക്കെ കൊടുത്തു. ആ കാലയളവിൽ നന്മ ചെയ്തവനാ, നന്മ ചെയ്തവൻ. എന്നാലോ ജനങ്ങളിലെ മോശപ്പെട്ടവനാരാ? മൻ താല ഉംറുഹു വസാഅ അമലുഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാനൊക്കെ അവസരം കൊടുത്തു. പക്ഷെ ആ കാലയളവിൽ അവന് റബ്ബ് കൊടുത്ത കണ്ണുകൊണ്ടൊന്ന് ഖുർആൻ ഓതാൻ അവൻ ശ്രദ്ധിച്ചില്ല. നല്ലത് കേൾക്കാൻ അവന് സമയം കണ്ടെത്തിയില്ല. അല്ലാഹ് കൊടുത്ത സമ്പത്തിൽ നിന്ന് ദാനധർമ്മം ചെയ്യാൻ അവൻ പരിശ്രമിച്ചില്ല. അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ അവൻ തയ്യാറായില്ല. എന്നാൽ ഒരുപാട് കാലം അവൻ ഈ ദുനിയാവിൽ ജീവിച്ചു. ഒരുപാട് കാലം ജീവിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഓനാ മോശപ്പെട്ടവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ സുഹൃതം ചെയ്തവരാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുക. ഇർജി ഇലാ റബ്ബികി റാളിയതൻ മർളിയാ. തൃപ്തിയടഞ്ഞ ആത്മാവെ എന്ന് വിളിച്ച് മലക്കുകൾ പ്രിയപ്പെട്ടവരെ സ്വർഗീയ കഫംപുടവയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ആ രംഗണ്ടല്ലോ, അവരാഗ്രഹിക്കും, കൊതിക്കും അള്ളാഹിനെ കാണണമെന്ന്. എന്നാലോ യദ്രിബൂന വുജൂഹഹും അദ്ബാറഹും, പാർശ്വഭാഗങ്ങളിലുമെല്ലാം അടിച്ചും ഇടിച്ചും മലക്കുകളെ ആ റൂഹ് പിടിച്ചെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നന്മകൾ ചെയ്യാത്തൊരു വ്യക്തി ആണോ? എങ്ങനെയാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉപമ പഠിപ്പിച്ച് നൽകിയത്? നനഞ്ഞ പഞ്ഞിക്കെട്ടിലെ മുള്ളും മറ്റുമൊക്കെയുള്ള ഒരു ഇരുമ്പിൻ്റെ തണ്ടു അത് വലിച്ചെടുക്കുന്നത് പോലെയല്ലേ അവൻ്റെ റൂഹിനെ വലിച്ചെടുക്കുക? അവൻ പേടിക്കില്ലേ? യാ വൈലഹാ, എൻ്റെ നാശമേ എന്ന് അവൻ ആഗ്രഹിക്കൂല അള്ളാഹിനെ കാണാൻ. അവൻ കൊതിക്കൂല. അവൻ അള്ളാഹുവിനെ കാണുന്നത് വെറുക്കുകയാണ് ചെയ്യുക എന്നുള്ളതാ. അപ്പം ഈ ഹദീസിൻ്റെ ബാക്കി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ഐഷാ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഇന്നാ നഖറഉൽ മൗതാ അല്ലേ. എന്നിട്ട് അപ്പം അള്ളാഹിൻ്റെ റസൂൽ എന്താണ്? ലാ വലാകിന്നൽ മുഅ്മിന ഹിദാ ഹുളിറ ഫബുശ്ശിറ ബിമാ അമാമഹു അഹബ്ബ ലിഖാ അല്ലാഹ്. ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തി അവൻ മരിക്കുമ്പോൾ അവൻ്റെ റബ്ബിനിലേക്കാണ് അല്ലേ. ഇർജിഇ ഇലാ റബ്ബിക്, നീ നിൻ്റെ രക്ഷിതാവെങ്കിലേക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ മടങ്ങൂന്ന അവൻ ആഗ്രഹമുണ്ട് അവൻ്റെ റബ്ബിനെ കാണാൻ. മറ്റേ മയ്യത്താണെങ്കിലോ പ്രിയപ്പെട്ടവരെ, ആകാശലോകത്തെ കവാടങ്ങൾ പോലും തുറക്കാതെ പറഞ്ഞയക്കുമെന്നുള്ളത് നാം കേൾക്കുകയും അറിയുകയും ചെയ്ത ഇസ്ലാമിക അധ്യാപനങ്ങളാണല്ലോ. അതുകൊണ്ട് ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റബ്ബിനെ കാണണമെന്ന കൊതിയും അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, കിനാവ് കാണണം. ഞാൻ ആ പദം വെറുതെ പ്രയോഗിച്ചതല്ല. ഞാൻ ഇസ്ലാമിക ചരിത്രത്തിലെ നിങ്ങൾ ഒരുപക്ഷെ കേട്ട ചരിത്രമാകും. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട, മാതൃകയാക്കേണ്ട ഒരു ചരിത്രമാണ്. ഒരു അറാബി വര്യൻ അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഫആമന വത്തബഅഹു, ഇസ്ലാമൊക്കെ സ്വീകരിച്ചു പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞൊരു യുദ്ധം ഉണ്ടായപ്പോൾ ഗനീമത്ത് സ്വത്ത്, യുദ്ധാർജിത സമ്പത്ത് അള്ളാഹുവിൻ്റെ റസൂലെ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. ആ വീതിച്ചു കൊടുത്ത കൂട്ടത്തിൽ ആർക്കും കിട്ടി? ഈ സ്വഹാബി വര്യനും പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ഈ സ്വഹാബി വര്യനും കിട്ടി. സ്വഹാബത്താണ് കൊണ്ടുകൊടുക്കുന്നത്. സ്വഹാബത്ത് കൊണ്ടുകൊടുത്ത സമയത്ത് എന്ത് പറഞ്ഞത്? എന്താ അള്ളാഹിൻ്റെ റസൂലെ നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാണ്. ഗനിമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂലൊക്കെ വീതിച്ച് ഇത് നിങ്ങൾക്ക് അള്ളാഹിൻ്റെ റസൂൽ തരാൻ പറഞ്ഞതാണ്. എല്ലാ സ്വഹാബത്തിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മേടിച്ചിട്ട് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലുക. യാ മുഹമ്മദ് മഹാദ, മുഹമ്മദ് ഇതെന്താന്നാ ചോദിച്ച്. ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലല്ലോ താങ്കളോടൊപ്പം അണിചേർന്നത്. ഇസ്ലാമിൻ്റെ പാവനമായ ആശയത്തെ, ആദർശത്തെ പിൻപറ്റിയത് ഇതിനു വേണ്ടിയിട്ടല്ലല്ലോ. പിന്നെ എന്തിനാണെന്നറിയോ? വലാകിന്നി ഇത്തബഅതുക, ഞാൻ എന്തിനാണ് പിൻപറ്റിയതെന്നറിയോ? എനിക്ക് ഇവിടെ ഒരു അമ്പ് തറക്കണം. ആ അമ്പ് തറച്ച് എനിക്ക് ഷഹീദാവണം. അങ്ങനെ എനിക്കെൻ്റെ റബ്ബ് ഒരുക്കി വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കണം. മുത്തഖികൾക്ക് ഒരുക്കി വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കണം. ആ വ്യക്തിയുടെ ആഗ്രഹമായിരുന്നു അത്.
അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. നിങ്ങളിത് മനസ്സ് തട്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ അള്ളാഹു ഇത് സത്യപ്പെടുത്തുട്ടോ. അള്ളാഹു സത്യപ്പെടുത്തും. എന്നെ കുറച്ച് കഴിഞ്ഞ ഒരു യുദ്ധം നടക്കുക. ഈ സ്വഹാബി വര്യം പറഞ്ഞതുപോലെ തന്നെ അസാബഹു സഹ്മുൻ ഹൈസു അഷാറ, എവിടെയാണോ ചൂണ്ടിക്കാണിച്ചത് അവിടെ ഒരു അമ്പ് തറച്ചിട്ടൊരു സ്വഹാബി വര്യനെ കാണുക. അള്ളാൻ്റെ റസൂൽ ചോദിച്ചു, സ്വഹാബ അന്ന് നമ്മോട് ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാണോ സ്വഹാബ ഇത്? അതേ റസൂലേ, അതേ റസൂലേ. അള്ളാൻ്റെ റസൂല് പറയാ, അല്ല സത്യപ്പെടുത്തിയിട്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു കിനാവ് നമ്മൾ കാണലുണ്ടോ? അങ്ങനത്തെ ഒരു കിനാവ് നമ്മൾ കണ്ടിട്ടുണ്ടോ? പഠിച്ചോനെ, ഇന്നാലിന്ന കർമ്മം കൊണ്ട് റബ്ബേ നിന്നെ എനിക്ക് കണ്ടുമുട്ടണമെന്നൊരാഗ്രഹം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിട്ടുണ്ടോ? നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മളെ മനസ്സിനോട് ചോദിക്കണം. നമ്മളെ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ സുന്ദരമായ വിശാലമായ ശീതീകരിച്ച അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിസ്കരിക്കാനും വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കാനും റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി. അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് നമുക്ക് പറയണം. എന്നാലേ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകളെ ആ ഒരു അതരത്തിൽ നിന്ന് വീഴുന്നത് ശ്രദ്ധിച്ച് കേട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സ്വർഗം കിനാവ് കണ്ട് ജീവിതത്തെ ക്രമീകരിച്ച ആ സഹാബത്ത് പോയി അതേ സ്വർഗത്തേക്കാണ് എനിക്കുങ്ങൾക്കൊക്കെ പോകാനുള്ളത്. എനിക്കുങ്ങൾക്കൊക്കെ പോകാനുള്ളത് അതേ സ്വർഗത്തേക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ലൊരു പ്ലാനിങ്ങും നമുക്ക് നല്ലൊരു ചിന്തയും വേണം, നല്ല ആഗ്രഹം. പടച്ചോനെ, എനിക്ക് റബ്ബേ നിന്നെ കണ്ടുമുട്ടണം, അതിനു വേണ്ടി പരിശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, കേവലം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറന്തള്ളുന്നവരാണെങ്കിൽ നമ്മളായിരിക്കും ഏറെ ദൗർഭാഗ്യവന്മാർ. അത് വെറുതെ പറഞ്ഞതല്ല. നമ്മളൊക്കെ സൂറത്തുൽ ഫാത്തിഹ അങ്ങനെ നെഞ്ചിന്മേൽ കൈകടിച്ച് അല്ലേ ചൊല്ലലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിനും മറ്റുമൊക്കെ. അവിടെ നമ്മൾ പറയുന്നത് എന്താ? ഗൈറിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നാണ്. അല്ലാഹുവേ, കോപത്തിനിരയായവരുടെ കൂട്ടത്തിൽ ഇന്നെ ഉൾപ്പെടുത്തരുതേന്നാ. ആ കോപത്തിനിരയായവരുടെ സ്വഭാവം എന്താ? ഇൽമും ബിലാ അമലെ, അറിവുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ അവർ പ്രവർത്തിക്കുന്നില്ല. അവരാണ് ആര്? കോപത്തിനിരയായവർ. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ഫാത്തിഹ വിശദീകരിക്കുമ്പോൾ പറയാണ്, ഈ രീതി ആര് വെച്ച് പുലർത്തുന്നുവോ അവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുക? ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുക? ഗൈറിൽ മഖ്ദൂബി അലൈഹിം എന്ന കാറ്റഗറിയിൽ. ഇൽമും ബിലാമിൽ, അറിവുണ്ടായിട്ട് പ്രവർത്തിക്കാത്തവരിൽ ഉൾപ്പെടുകൊണ്ട് മറ്റുള്ളവരെക്കാൾ പ്രിയപ്പെട്ടവരെ നാം നല്ലോണം ശ്രദ്ധിക്കണം. കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും തിരിച്ചറിവുകൾ ലഭിക്കാനും എല്ലാം റബ്ബ് നമുക്ക് അവസരവും സൗകര്യവും നൽകിയിട്ട് പിന്നീട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നാം ഖേദിക്കും. നോക്കിയേ നിങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, കുന്നാ ജുലൂസൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ നളറ ഇലൽ ഖമരി ലൈലത്തുൽ ബദരി. പ്രിയപ്പെട്ടവരെ, ഒരു പൗർണമിയുടെ അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും ഒരു പൗർണമി രാവിൽ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ചന്ദ്രനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ. സഹാബ, നമ്മൾ ഈ പൂർണ്ണ ചന്ദ്രനെ കാണുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും കേട്ടോ. ലാ തുലാമൂന ഫീ റുയതിഹി, ആ കാഴ്ചക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാവില്ല, യാതൊരുവിധ വിഷമവും ഉണ്ടാവില്ല. എന്നിട്ട് പ്രവാചകൻ പറയുന്ന കാര്യത്തെ ഏറെ പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഫൈനിസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വസ്വലാത്തിൻ ഖബ്ല ഗുറൂബി ശംസ് ഫഫ്അലൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. നിങ്ങൾ ആ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? സൂര്യോദയത്തിന് മുമ്പുള്ള നിസ്കാരം. ഏതാ പ്രിയപ്പെട്ടവരെ? ആ സൂര്യോദയത്തിന് മുമ്പുള്ള നമസ്കാരം സുബഹി നമസ്കാരമാണല്ലോ. ബശ്ശിരിൽ മശാഈൻ,
ആ സുബഹിൻ്റെ സമയത്ത് അള്ളാന്റെ പള്ളിയിലേക്ക് നടന്നു വരുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. ബിന്നൂരിത്താമി യൗമൽ ഖിയാമാ, നാളെ ഖിയാമത്ത് നാളിൽ പൂർണ്ണ പ്രകാശിതരാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണണോ? നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോ നിങ്ങളുടെ സുബഹി നമസ്കാരം. അല്ലേ പ്രിയപ്പെട്ടവരെ, അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് റമളാനിൻ്റെ ദിനങ്ങളിൽ നമുക്ക് ആർക്കും ഒരു പക്ഷേ സുബഹി നഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്നാലും അതിനും വീഴ്ച വരുത്തുന്നവരുണ്ട്. അല്ലേ, ഒരു 5:35 ബാങ്ക് കൊടുത്താലേ പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കും, ആ ടേബിൾമേ തന്നെ തിന്നോട് തന്നെ ഇങ്ങനെ ഇരുന്ന് പിന്നെ 5:50 വീട്ടിൽ നിന്നാണ് പുറപ്പെടുക. എന്നിട്ടോ നമ്മളൊക്കെ പലപ്പോഴും വലിയ മസ്അല പഠിച്ചവരായതുകൊണ്ടേ ആർക്കെങ്കിലും റുക്കൂ കിട്ടിയാലും നിസ്കാരം കിട്ടിയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്നും എൻ്റെ നിസ്കാര കോലത്തിലാവും, എന്നും എൻ്റെ നിസ്കാര കോലത്തിലാവും. റുക്കൂലാണ് വന്നിട്ട് ചേരുക, അറക്കായത്ത് കിട്ടി. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ വിളവുകളാക്കിയാൽ പടച്ചോൻ്റെ മുന്നിൽ നമ്മൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? പടച്ചോൻ്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? ആ സുബഹി നിസ്കാരം കിട്ടിയോ അവനവൻ്റെ റബ്ബിനെ കാണാൻ കഴിയും. പിന്നീടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? വസലാത്തിൻ ഖബല ഖുറൂബി ശംസ്, അല്ലേ, സൂര്യാസ്തമയത്തിന് മുമ്പുള്ള നിസ്കാരം, അസർ നമസ്കാരം. മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, ആരെങ്കിലും ബർദൈൻ നിസ്കരിച്ചാൽ അവർ സ്വർഗത്ത് പോയിന്നാ അവിടെ അസർ രേഖപ്പെടുത്തിയതാ. അസർ എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് മുനാഫിക്കുകളെ സംബന്ധിച്ചോളം നഷ്ടപ്പെടുന്ന നിസ്കാരമാണ്. നമുക്കൊക്കെ തന്നെ അറിയില്ലേ, ളുഹറിനാണ് കടന്നുറങ്ങിയാൽ പിന്നെ അസറപ്പട അവൻ്റെ അസറപ്പട. അള്ളാൻ്റെ റസൂൽ എത്ര സുന്ദരമായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചത്. ഇത് നിർവഹിച്ചാൽ അവനവൻ്റെ റബ്ബിനെ കാണാം. പ്രിയപ്പെട്ടവരെ, ഈ നിസ്കാരത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം ഓരോ ജമാഅത്തിൻ്റെ സമയവും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് ഈ റമളാനിൻ്റെ ദിനങ്ങളിലെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും നല്ലൊരു മര്യാദ, ഇപ്പോൾ ബാങ്ക് കൊടുക്കണതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ, നമ്മൾ സ്ഥിരം വരുന്ന പള്ളിയാണ്, യാത്രക്കാരോ മറ്റൊന്നുമില്ലല്ലോ, സ്ഥിരം വരുന്ന പള്ളിയിലേക്ക് ഒരു 15 മിനിറ്റ് മുന്നേ നമുക്ക് വരാൻ സാധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിയപ്പെട്ടവരെ, റവാത്തിബ് സുന്നത്ത് നിർവഹിക്കാം, റബ്ബിനോട് പ്രാർത്ഥിക്കാം. അതിലുപരി അള്ളാഹുവിൻ്റെ ഖുർആൻ ഈ റമളാനിൻ്റെ ദിനങ്ങളിൽ നമുക്ക് സുന്ദരമായി ഖത്തം തീർക്കാൻ കഴിയും. സാധാരണ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് എന്ത്? സുബഹിക്ക് മുമ്പ് 2 ശേഷം 2, അങ്ങനെ ഓരോ വക്തിന് മുമ്പും ശേഷം 2 പേജ് ചോദ്യം 1 ജുസ് ഓതാം, 4 പേജ് ചോദ്യം 2 ജുസ് ഓതാം, 6 പേജ് ചോദ്യം 3 ജുസ് ഓതാം, 8 പേജ് ചോദ്യം 4 ജുസ് ഓതാം. നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ തന്നെയല്ലേ പ്രാവർത്തികാക്കേണ്ടത്? നമ്മളല്ലേ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു ജുസ് പോലും പാരായണം ചെയ്യാൻ, അതായത് 5-ാമത്തെ ദിവസത്തിലേക്ക് പൂർത്തിയാകുമ്പോൾ 5 ജുസ് എങ്കിലും പാരായണം ചെയ്യാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിനോട് നല്ലോണം തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന. സാബിത്ത് വെച്ച് എങ്ങനെ റസൂലെ പണിയെടുപ്പിക്കുക? യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബലൽ മൗത്ത്, മരിക്കണതിന് മുമ്പ് അവനക്ക് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് ഉണ്ടാകുന്ന, മരിക്കണതിന് മുമ്പേ നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് ഉണ്ടാകുന്നുണ്ട്. നല്ലോണം നമുക്ക് ആ വിഷയത്തൊരു ശ്രദ്ധ വേണം. റവാത്തിബിൻ്റെ നമ്മളിപ്പോൾ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ തള്ളുക. ഈ ഒരു ഹദീസ് മൻസല്ലസ്നത്തി അശറത്ത റക്അ ഫി യൗമിൻ വലൈല ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന എന്ന ഹദീസ് അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 12 റക്അത്ത് ആരെങ്കിലും പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി കൊണ്ട് നിസ്കരിച്ചാൽ അവനെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലൊരു വീട് വെച്ചു കൊടുക്കുമെന്നുള്ളതാണ്. നമുക്ക് ഈ ഹദീസൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ഹദീസ് അള്ളാഹിൻ്റെ റസൂലിൽ നിന്ന് കേൾക്കുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയും, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിർ റസൂലില്ലാഹ്, അള്ളാഹിൻ്റെ റസൂലിൽ നിന്ന് ഞാൻ അത് കേട്ടത് മുതൽ എന്ത് ചെയ്തിട്ടില്ല? ഒഴിവാക്കിയിട്ടില്ല. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ അംബസയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അംബസ പറയാ, ഇല്ല ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അംർ ബിൻ ഔസ് പറയാ, ഇല്ല ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ ഓരോരോ ആ ഹദീസിൻ്റെ ചങ്ങലയിൽ റാവിമാർ ഓരോരുത്തരും പറയാം, ഒഴിവാക്കിയിട്ടില്ല. അവർ സുന്നത്തുകളോട് കാണിച്ച കണിശത ഉണ്ടല്ലോ, അതാണ് പ്രിയപ്പെട്ടവർ അവർക്ക് സ്വർഗമുണ്ടെന്നോ
ഈ നന്മയുടെ ഉദാത്തമായ മാതൃകക്ക് അവരൊക്കെ എങ്ങനെ പാത്രീഭൂതരായത്? അവരാ രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ്. ഇപ്പം നമുക്കറിയാം, ആയിഷ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ത് ചെയ്യാണ്? അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയിട്ട്, റസൂലേ എനിക്കൊരു ഖാദിമിനെ വേണമെന്ന് പറയാം. അള്ളാഹിൻ്റെ റസൂലേ എനിക്കൊരു ഖാദിമിനെ വേണം, ഒരു സേവകനെ വേണം. റസൂൽ എന്താ പഠിപ്പിച്ചു കൊടുത്ത്? സുബ്ഹാനല്ലാഹ് 33 തവണ ചൊല്ലിക്കോ, അൽഹംദുലില്ലാഹ് 33 തവണ ചൊല്ലിക്കോ, അല്ലാഹു അക്ബർ 34 തവണ ചൊല്ലിക്കോ. ഇത് നമുക്കൊക്കെ അറിയാം. പക്ഷെ അവർ ഈ പ്രവാചകൻ്റെ, ഇപ്പം നമുക്കൊക്കെ അത് സിമ്പിളല്ലേ? അവരിതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കിയെന്നറിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് വിടവാങ്ങി. അലിയാർ തങ്ങളോട് ചോദിക്കണ്ടേ, നിങ്ങളത് ഒരു രാത്രി പോലും ഒഴിവാക്കിയിട്ടില്ലേ? ഇല്ല. ഇപ്പൊ വീണ്ടും ചോദിക്കുക, വലാ ലൈലത സിഫീൻ, സിഫീനിന്റെ രാത്രിയിൽ പോലും ഒഴിവാക്കിയിട്ടില്ലേ? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായി ഉണ്ടായ അസ്വാരസ്യമല്ലേ, ഭിന്നിപ്പല്ലേ സിഫീൻ എന്നുള്ളത്? സഹാബത്ത് എത്ര വേദനിച്ച് കാണും, എത്ര മനം നൊന്നിട്ടാകും ആ ദിവസങ്ങൾ അവർ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുക. പക്ഷേ സിഫീനിൻ്റെ രാത്രിയിൽ പോലും ചൊല്ലിയില്ലേ എന്ന ചോദ്യത്തിന് അതേ ചൊല്ലി എന്ന മറുപടി. നമ്മൾ ആലോചിച്ചേ, നമ്മളെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ, മറ്റെന്തെങ്കിലും ഉണ്ടാകുമ്പോൾ, ഒരു യാത്ര ഉണ്ടാകുമ്പോൾ എന്തെല്ലാം നന്മകൾ നമുക്ക് നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണണമെങ്കിൽ നന്മകൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. രണ്ടാമത്തത് എന്താ? പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുക എന്നുള്ളതാണല്ലോ. അള്ളാഹുവിൻ്റെ റസൂലിനെ ആരെങ്കിലും അനുധാവനം ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അള്ളാഹുവിൻ്റെ റസൂലിനെ മാതൃകയാക്കണം. എന്തിനാ മാതൃകയാക്കേണ്ടത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ, ആര് അള്ളാഹുവിനെയും നാളെയുടെ ഖിയാമത്ത് നാളിനെയും പ്രതീക്ഷിക്കുന്നുവോ അവൻ പ്രവാചകൻ മാതൃകയാക്കട്ടെ എന്ന, പ്രവാചകനെ മാതൃകയാക്കട്ടെ എന്ന. റസൂലുള്ളാഹിൻ്റെ ജീവിതത്തെ പ്രിയപ്പെട്ടവരെ ഒപ്പിയെടുക്കണം. സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്കൊക്കെ അറിയാവുന്നൊരു ചരിത്രം പറയും. എന്തായിരുന്നു? അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ, ഈ ആണുങ്ങൾക്ക് സ്വർണം ധരിക്കൽ ഹറാമായി എന്നറിയാത്തൊരു സഹാബി വരും. ആ ഹുക്കും അറിഞ്ഞത് എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഒരു തവണ കേട്ടു, പിന്നീട് അതിൽ അലസനായതല്ല, അറിഞ്ഞിട്ടില്ല. ഒരു സ്വർണ്ണമോതിരം ധരിച്ചത് കാണുകയാണല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് എടുത്താണ് വലിച്ചെറിഞ്ഞു, അല്ലേ? വലിച്ചെറിഞ്ഞു. റസൂലുള്ളാഹി ആ സദസ്സിന്ന് പോയി. സഹാബത്ത് ചോദിച്ചില്ലേ, നിങ്ങൾക്കത് എടുത്തൂടെ? ഫൻതഫിയെ, മറ്റെന്തെങ്കിലും ഉപകാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചൂടെ? വല്ലാഹി ലാ ആഖുദുഹു അബദാ വഖദ് തറഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പ്രവാചകൻ വലിച്ചെറിഞ്ഞതാ, ഇനി ഞാനതെടുക്കില്ല. പ്രിയപ്പെട്ടവരെ, സമാനമായിട്ട് പ്രവാചകൻ്റെ ജീവിതത്തെ ഒപ്പിയെടുത്ത എത്ര ചരിത്രങ്ങൾ കാണാൻ കഴിയുന്നറിയോ? നമുക്ക് എത്ര കാണാൻ കഴിയുന്നറിയോ? അവരങ്ങനെ മാതൃകയാക്കിക്കൊണ്ടാണ് അവർ സ്വർഗ്ഗമുണ്ട് എന്ന്. ഇപ്പം നമ്മളിങ്ങനെ ആയത്തിങ്ങനെ ഓതുമ്പോഴും ചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴും ഓരോ ചരിത്ര ഹിബറത്തുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരെടുത്തില്ല. അവർ ചെയ്യണ്ടെന്ന് പറഞ്ഞ് ചെയ്തില്ല, ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർക്ക് ആ നേട്ടം കിട്ടിയെങ്കിൽ നമുക്കും ആ നേട്ടം കിട്ടണം. മൂന്നാമത്തെ നോമ്പാണല്ലോ, അല്ലേ? പ്രത്യേകം അഹ്ലെ റമളാനിലൂടെയും മറ്റുമൊക്കെ നമ്മൾ കേട്ടു. ആ നോമ്പിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്, അല്ലേ? ഒരു നീണ്ട മണിക്കൂറുകളോളം ജലപാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് ആ അന്നനാളത്തിലൂടെ, തൊണ്ടയിലൂടെ ഒരു നനഞ്ഞ വെള്ളം, തണുത്തൊരു വെള്ളം ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരാശ്വാസമുണ്ട്. അതാ ഒന്നാമത്തെ സന്തോഷം. അതെല്ലാവർക്കും ഉണ്ടാവും, വിശ്വാസികൾക്ക് മാത്രമല്ല. ആര് ഒരു 10-12 മണിക്കൂർ പട്ടിണി കടന്നിട്ട് വെള്ളം കുടിച്ചാലും ഉണ്ടാവും, അല്ലേ? രണ്ടാമത്തെ സന്തോഷം എന്താ? അവനവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടും. ഈ നോമ്പ് കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന നേട്ടം അതെങ്ങനത്തെ നോമ്പാകണം? എത്ര നോമ്പുകാരുണ്ട്, അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് കുറച്ച് പട്ടിണി മാത്രമാണ് കിട്ടിയത്, വേറൊന്നും കിട്ടിയിട്ടില്ല, പട്ടിണി കടന്നു. അപ്പം നമ്മളൊക്കെ വീടുകളിലെ അവസ്ഥ എന്താ?
എന്താ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് നാം ചോദിക്കുന്നുണ്ടോ? ഇതെന്താ വൈകുന്നേരത്ത് ഉണ്ടാക്കുക? ആപ്പിൾ കഴിഞ്ഞോ? തണ്ണിമത്തം കഴിഞ്ഞോ? ഈത്തപ്പഴഞ്ഞ് കൊണ്ടുവരണോ? നാരങ്ങ വെള്ളം കലക്കാനുള്ള നാരങ്ങല്ലേ? ഇതൊക്കെയാണ് നമ്മളെ റമദാനിൻ്റെ ചർച്ചകൾ. ഇന്നലെ എന്താ ഉണ്ടാക്കി? ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി. നാളെ എന്താ? വെള്ളപ്പം ചൂടാ. ഇതാണ് നമ്മുടെ ചർച്ച. മൻസാമ യൗമൻ ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് വെച്ചാലേ ബഅദല്ലാഹു വജ്ഹുഹു അനിന്നാരി 70 ഖരീഫ, ആ 70 വർഷം വിദൂരമാക്കുമെന്ന ആ പ്രതിഫലം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവർ. ആ പ്രതിഫലം നമുക്ക് നേടിയെടുക്കൽ നോമ്പാകണം. മല്ലം യദഅ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബാ. ഓൻ അനാവശ്യ വർത്തമാനങ്ങളിലോ ഓൻ ദുനിയാവ് എന്തൊക്കെ ചെയ്തോ അതൊക്കെ വീണ്ടും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിലൊന്നും എനിക്ക് മാറ്റില്ല. ഓൻ പട്ടിണി കിടക്കുന്നുണ്ട്. ആ നോമ്പ് മതിയോ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പ്രതിഫലം നേടിയെടുക്കാൻ? നല്ലോണം ചിന്തിക്കണം നമ്മൾ. അതുകൊണ്ട് കേവലം കേൾക്കുകയും പറയുകയും ചെയ്യുന്നതിനപ്പുറത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്താണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, സിദ്ഖുത് തഹഹുബി ലിലിഖാഇല്ലാഹി വ മിഫ്താഉ ജമീഇൽ അഅമാലി സാലിഹാ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനുള്ള കൃത്യമായ തയ്യാറെടുപ്പ് എല്ലാ സൽക്കർമ്മങ്ങളുടെയും താക്കോലാണ്. നിന്റെ റബ്ബിനൊക്കെ കണ്ടുമുട്ടണം. ആ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ രുചി പ്രിയപ്പെട്ടവരെ അത് വർദ്ധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിക്കാത്ത ചിലവരുണ്ട്. ഖുർആൻ എടുത്തു പറഞ്ഞില്ലേ, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. തീർച്ചയായും അവർ അന്നേ ദിവസം അവരുടെ രക്ഷിതാവിൽ നിന്ന് മറക്കപ്പെടുന്നവരാകുന്നു. അവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞതാണ്, ജീവിതത്തിൽ സുഹൃതം ചെയ്യാത്തവരെ പറ്റി പറഞ്ഞതാണ്. അവർക്കും അവൻ്റെ റബ്ബിൻ്റെ ഇടക്കും ഒരു ഹിജാബ് വന്ന് വീഴുമെന്ന് പ്രിയപ്പെട്ടവരെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, സുമ്മ ഇന്നഹും ലസാലുൽ ജഹീം, പിന്നീട് ജ്വലിക്കുന്ന നരകാഗ്നിയിൽ കടന്നെരിയുന്നവരായിക്കൊണ്ടവർ മാറുന്നതാണ്. പ്രിയപ്പെട്ടവരെ ആ അവസ്ഥ നമുക്കുണ്ടാകരുത്. തീരുമാനങ്ങൾ എടുക്കണം. ഒരുപാട് വിജ്ഞാനവേദികൾക്ക് ഞാൻ വന്നിരിക്കുന്നു. റമദാൻ ക്ലാസ്സുകളിൽ ഞാൻ സജീവമാണ്. അതിലുപരി കേൾക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ പരിശ്രമിക്കും. അങ്ങനെ തീരുമാനം എടുത്താൽ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ എന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഏത് രൂപത്തിലാണ് നമ്മളൊക്കെ മരിക്കാന്ന് വല്ല ഉറപ്പുണ്ടോ? ഒരുറപ്പില്ല. അല്ലാഹ് ഒക്കെ പറഞ്ഞതാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ നിങ്ങൾക്ക് നാളെ നിങ്ങൾ എന്താ സമ്പാദിക്കുക, നാളെ നിങ്ങൾ എവിടെ വെച്ചാൽ മരിക്കുക, ഒക്കെ വളരെ കുറഞ്ഞ ഡ്യൂറേഷനുള്ളൂ, വളരെ കുറഞ്ഞ കാലയളവിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ചിലപ്പോൾ നാളെ ഒന്നാവും, അടുത്ത 5 മിനിറ്റിലാവും, ഈ പടി ഇറങ്ങുമ്പോഴാവും, റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴാവും. പ്രിയപ്പെട്ടവരെ എങ്ങനെ മരിച്ചാലും ഈ സൗഭാഗ്യം നേടണം. നാം ഈ സൗഭാഗ്യം നേടണം. നിയ്യത്ത് മനോഹരാക്കുക. ഇപ്പോൾ തന്നെ നമുക്കൊരു ചിന്ത ഉണ്ടാവണം, കൊതി ഉണ്ടാകണം. ഉഹദിൻ്റെ രണാങ്കളത്തിൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉപ്പയും തമ്മിലൊരു സംസാരം നടക്കുന്നുണ്ടല്ലോ. ഉപ്പ പറയാ, ജാബിറെ ഞാൻ പോവാ. 9 സഹോദരിമാരില്ലേ, ആ സഹോദരിമാർക്ക് സംരക്ഷകനായി ജാബിറെ നീ നിൽക്ക്. അങ്ങനെ ഉപ്പ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ ജാബിർ റളിയല്ലാഹുവിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. സങ്കടമുണ്ട്, വിഷമമുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞ, ലഅല്ലക ഉജിർത ലക ഫി ദാലിക, ജാബിറെ ഇതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകുന്ന. പ്രിയപ്പെട്ടവരെ തീരുമാനമെടുത്തോളിയും, കൊതിച്ചോളിയും, ആഗ്രഹിച്ചോളിയും. എൻ്റെ റബ്ബിനെ നമുക്കെല്ലാവർക്കും കാണണം സന്തോഷത്തോടു കൂടിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകുന്ന അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം റബ്ബിനെ കാണുക എന്നാണല്ലോ. പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ജാമിഅ അൽ ഹിന്ദുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കളക്ഷൻ ദ്രുതഗതിയിൽ നടക്കേണ്ട ഒരു സമയമാണ്. അതിലാരും നമ്മളൊരു വീഴ്ച വരുത്താൻ പാടില്ല. അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ലക്ഷങ്ങൾ അല്ലേ, ലക്ഷങ്ങൾ പ്രിയപ്പെട്ടവർ, ഒരു മാസം മാത്രം വേണം. ചെറിയൊരു തുകയല്ലല്ലോ. 40 ലക്ഷത്തിനപ്പുറം ഒരു മാസം നടന്നു പോകണമെങ്കിലും വേണം. നമ്മളൊക്കെ തന്നെയാണ്
അതിനെ പിടിച്ചു നിർത്തുന്നത് നമ്മളെപ്പോലെയുള്ളവർ റമദാനിലും അല്ലാത്ത സമയങ്ങളിലും നൽകുന്ന സ്വതക്കകളാണ്, ദാനധർമ്മങ്ങളാണ്. അതുകൊണ്ട് ആ സ്ഥാപനത്തെ ഏറ്റെടുക്കണം. നമ്മുടെ ഓഫീസിൽ അതിൻ്റെ റെസിപ്റ്റും ആ ഒരു തുക കളക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയവരുമാണ്. നമ്മൾ തീരുമാനമെടുത്ത് കർമ്മങ്ങളിൽ മുന്നേറുമ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുക എന്ന ഒരു ഉത്തമ ബോധ്യമുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ഈ നന്മയും ഒക്കെ സ്വീകരിച്ച് നാളെ സ്വർഗീയ പദവി നൽകുന്ന കർമ്മങ്ങളാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി വ യഖദിൽ ഹജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.